أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. بسم الله الرحمن الرحيم. والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين. സ്നേഹ ബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അൽഹംദുലില്ലാഹ് ഏറെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ആണ് ഈ ഒരു ഹാളിൽ നിങ്ങളോടൊപ്പമായി ഞാനും ഇരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും സക്കീനത്തുമെല്ലാം ലഭിക്കുന്ന യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പ്രവർത്തനം നമ്മിൽ നിന്ന് സാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ. ഖുർആൻ പഠന സംരംഭങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് പരിഭാഷകളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിലെവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും തലങ്ങളിലൊക്കെ ഞാനും നിങ്ങളുമൊക്കെ പഠിതാക്കളാണ്, പഠിപ്പിക്കുന്നവരാണ്, വായിക്കുന്നവരാണ്, വായിപ്പിക്കുന്നവരാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൻ്റെ തണലിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് ജീവിക്കുവാനും അതിലൂടെ സ്വർഗത്തിലെത്തുവാനും അതോടൊപ്പം വളരെ നൈമിഷികമായ ദുനിയാവിലെ ജീവിതത്തിൽ ഹയാത്ത് ത്വയ്യിബ, സമാധാനത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെ നിർഭയത്വത്തോടുകൂടെ ജീവിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. രാവിലെ മുതൽ ഇരിക്കുന്നു അല്ലേ? രാവിലെ മുതൽ ഇരിക്കുന്നു. ഞാനും ഈ സമയത്താക്കിയത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പിലായിരുന്നു. ഇന്നലെ പുലർച്ചെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ നടക്കുന്ന സ്കൗട്ടിൻ്റെ ക്യാമ്പിലായിരുന്നു. അതിൽ നിന്നാണ് ഞാനും വരുന്നത്. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങളെപ്പോലെ തന്നെ ടൈറ്റായിട്ടാണ് ഞാനും ഉള്ളത്. പക്ഷേ ഇന്ന് ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന അതുപോലെ ഇനി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയും പ്രതീക്ഷ നൽകുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒരു മധുരം തന്നെയാണ്. എത്ര കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടി വരുമ്പോഴും നമുക്ക് ഇതിനപ്പുറത്തൊരു ലോകത്തെക്കുറിച്ചുള്ള ചിന്തയുള്ളതുകൊണ്ട് ഇതൊക്കെ മധുരമായി അനുഭവിക്കും എന്നത് തീർച്ചയാണ്. അനുഭവിക്കണം. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം എത്ര മനോഹരമാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പുതിയ SIR-ഉം
അതേപോലെ തന്നെ നേരത്തെ വച്ചിരുന്ന ഒരുപാട് നമ്മുടെ മുകളിലെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്നു. വ്യക്തിപരമായി ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട്, സാമ്പത്തികമായ വിഷമങ്ങൾ വേറെയുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഇതിനൊക്കെ ഇടയിലും നമ്മളെപ്പോഴും കേൾക്കുകയാണ്, നമ്മളിപ്പോഴും പറയാണ് മധുരമാണ് ഈ ജീവിതം എന്ന്. അങ്ങനെ ഒരു ബോധം എന്നോ എപ്പോഴോ നമ്മുടെ ഉള്ളിൽ നട്ടുവളർത്തപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിതാക്കളിൽ തീർച്ചയായും അതുണ്ട്. അതുകൊണ്ടാണ് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന പ്രായമായതോ അതല്ലെങ്കിൽ ആരോ ആവട്ടെ രോഗിയുടെ അടുത്ത് ചെന്നിട്ട് സന്ദർശിക്കുന്നവർ ചോദിക്കും, എന്താ വർത്താനം? അവിടുന്ന് ചോദിക്കും, എന്തെങ്കിലും വർത്താനം അറിയാനൊന്നുമല്ല, ക്ഷേമാന്വേഷണം. അപ്പോഴും പറയും അൽഹംദുലില്ലാ ഖൈറാണ്. അത്ര വലിയ ഖൈറിലാണോ? ആണ് എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഖൈറാണ്, മധുരമാണ് ജീവിതം. ജീവിതം ഇവിടെ മാത്രമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും ജീവിതം മധുരമാണ് എന്നതാണ് യഥാർത്ഥം. വെയിൽ മാത്രമുള്ള ഒരു കാലാവസ്ഥ, മഴ മാത്രമായ ഒരു കാലാവസ്ഥ അങ്ങനെയില്ല. എപ്പോഴെങ്കിലും ഒരു മഴയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വെയിലുണ്ടാകും. വെയിലും മഴയും കാറ്റും ഇടിയും മിന്നലും തണുപ്പും ചൂടും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു കാലാവസ്ഥയെ പരിശോധിച്ച് നോക്കൂ. അങ്ങനെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാത്രമല്ല ഈ ദുനിയാവ് അപൂർണവുമാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ എല്ലാം നേടാൻ കഴിയും എന്ന് അപൂർണതയുടെ ലോകത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞ ആളുകൾ ചിന്തിക്കൂല. ജീവിക്കാൻ ഏറ്റവും സുഖം കരയിലാണെങ്കിലും ജലമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. 2/3 ജലമാണ്. പക്ഷെ ജീവിക്കാൻ സുഖം കരയിലാണ്. അത്രയും ഭാഗം വെറുതെ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ ദുനിയാവ് അപൂർണമാണ്. പൂർണ്ണതയുടെ ഒരു ലോകം ഇതിനപ്പുറത്തുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നത് എൻ്റെ സ്രഷ്ടാവായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിയാനും അതേപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ ആ കാര്യങ്ങളൊക്കെ അറിയാനും സാധിച്ചതുകൊണ്ടാണ് എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചു, സ്മെൽക്ക സൂചിപ്പിച്ചു, ഓരോ യൂണിറ്റുകളിലും ഓരോ മേഖലകളിലും ഇതുപോലെ അവിടെയുള്ള ആളുകളൊന്നൊരുമിച്ചിരുന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഉമ്മയും മക്കളും ഉപ്പയും എല്ലാവരും കൂടെ ചെന്നിരുന്ന് വ്യവസ്ഥാപിതമായി ഒരു പഠനം നടത്തുമ്പോൾ രൂപപ്പെടുന്ന ഒരു വിശ്വാസത്തിൻ്റെ ശക്തിയുണ്ട്. അതുണ്ടാക്കിയെടുക്കണം. നമ്മൾ മാത്രമല്ല, ഒരുപക്ഷെ ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവിക്കുന്ന ഈ ഒരു മധുരം ഉണ്ടല്ലോ, ഇത് നമ്മുടെ കൂടെയുള്ള മക്കളുടെ മക്കൾ അടുത്ത തലമുറയ്ക്ക് അനുഭവിക്കാൻ കഴിയണമെന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളെ അടുത്ത ലോകത്തെക്കുറിച്ചുള്ള സുന്ദരമായ കാഴ്ചകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത്. പക്ഷേ നമുക്ക് ഈ പഠനം കിട്ടിയതുപോലെ നമ്മുടെ മക്കൾ പോകുന്ന, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുക, ചില കാര്യങ്ങൾ പൂർണ്ണമായി പറയാൻ പറ്റില്ല. നമ്മളെ മക്കളെ ദീനീ ചുറ്റുപാടുകളില്ലാത്ത ഒരിടത്തേക്കാണ് എൻ്റെ പെൺകുട്ടി വിവാഹിതയായി പോകുന്നതെങ്കിൽ അവൾ ആ നിക്കാഹ് തീയതി മുതൽ അന്ന് വരെ അവർ ശീലിച്ച ആഴ്ചയിലെ ഒരു പഠന രീതിയുണ്ട്. അത് മുറിഞ്ഞുപോയി. അവൾക്ക് അവളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകിയിരുന്നത്, അവൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ലഭിച്ചിരുന്നത് ആ ഒരു പഠനത്തിലൂടെയും ആ ഒരു ഷെയറിങ്ങിലൂടെയായിരുന്നു. അങ്ങനെ ആ കിട്ടിയത് അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അവരങ്ങനെ പോകും. പക്ഷെ അവരിൽ ജന്മമെടുക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് ഈ ആത്മവിശ്വാസമോ ഒന്നും കിട്ടാതെ പോകും. കാരണം അവർ പരലോക ചിന്തയെക്കുറിച്ച് അത്രത്തോളം ധാരണയുള്ളവരായി മാറുന്നില്ല എന്നതാണ്. സഹോദരികളെ, വിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്. സൂറത്ത് മുഅ്മിനൂനിലെ 74-ാമത്തെ വചനമാണ്.
ഈ ഒരു പരലോക വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലും പരലോകത്തിലുമുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യനെ തിന്മയിലേക്ക് വ്യതിചലിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതും അയാൾക്ക് പ്രത്യാശ നൽകുന്നതും എന്നാണ്. وَإِنَّ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ عَنِ الصِّرَاطِ لَنَاكِبُونَ وَإِنَّ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ ആഖിറത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ അനിസ്സിറാത്തി ലനാക്കിബൂന, അവർ നേർപാതയിൽ നിന്നും നാക്കിബൂൻ വഴിതെറ്റിപ്പോകും. മുഅ്മിനൂൻ 23-ാം അധ്യായം 74-ാം സൂക്തം നമ്മൾ പഠിച്ചു പോയതാ. വെളിച്ചം പദ്ധതിയിലും QLSലും ഒക്കെയായി പഠിച്ചുപോയ ഭാഗങ്ങളാണ്. ഏത് സിലബസിലാണ് QLSൽ ഈ സൂറത്ത് വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനറിയാം. പക്ഷേ ഈ വചനം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനത് അങ്ങനെയൊന്നും വായിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ സ്വാധീനിച്ചിട്ടില്ല. ആഖിറത്തിലുള്ള വിശ്വാസം അതുകൂടെ ചേർത്ത് വെക്കാതെ ഒരിക്കലും ജീവിതം മധുരമാവില്ല. നമ്മൾ ഇന്ന് ജനിച്ച ആ ജനനം മുതൽ 1979 മുതൽ ഞാൻ ഇന്ന് വരെ ഇതല്ല, എൻ്റെ മരണം വരെ അവിടെയല്ല, അതിനപ്പുറത്തുള്ള വലിയ ഒരു ലോകമുണ്ട്, അനന്തമായ ലോകം. അതിനെയും കൂടെ ജീവിതം എന്ന് ചേർത്ത് വെച്ചാലേ ജീവിതം മധുരമാണ് എന്ന ചിന്ത ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എത്ര ആളുകളുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഇപ്പം തള്ളപ്പെടുന്ന ആളുകൾ, നിങ്ങൾ ഇവിടെയുള്ള ആളല്ല എന്ന് പറഞ്ഞ് തള്ളപ്പെടുകയോ അതല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ആട്ടി ഓടിക്കപ്പെടുകയോ ചെയ്യുന്ന മനുഷ്യന്, അയാൾക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന വിശ്വാസമില്ലാത്തയാളാണെങ്കിൽ, അത് മനസ്സിൽ ഉറച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ, മറ്റേ ആൾ അനുഭവിക്കുന്ന സന്തോഷമോ അല്ലെങ്കിൽ പ്രതീക്ഷയോ ഉണ്ടാവില്ല. ഭയപ്പാടുള്ളിൽ ആർക്കും വരാം. പക്ഷെ ഇതിനപ്പുറത്ത് എനിക്ക് കിട്ടാനുണ്ട് എന്ന ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പൊ പരലോകത്തെ കൂടെ ജീവിതം എന്ന ക്യാൻവാസിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് ജീവിതം മധുരമാകുന്നത് എന്നാണ് എനിക്ക് ആകെത്തുകയായി ഇന്ന് പറയാനുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തെ പടച്ച തമ്പുരാൻ്റെ കരുണയിൽ നങ്കൂരമിടാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ്. ഖുർആൻ സൂചിപ്പിച്ച ഒരു വചനമുണ്ട് സൂറത്തു ശറഹിലെ 5ഉം 6ഉം ആയത്തുകൾ, ഇൻഷിറാഹ് അധ്യായത്തിലെ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും ഒരു പ്രയാസം, അതിനപ്പുറത്തൊരു എളുപ്പമുണ്ടാവും. വീണ്ടും അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും പ്രധാനമായ വിഷയമാണ്. അല്ലെങ്കിൽ മനുഷ്യൻ മറന്നു പോകുന്ന കാര്യമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്ക് എൻ്റെ ജീവിതം ആകെ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നവരെ ഒരുപാടുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാർജ ബുക്ക് ഫെയറിൽ KC നജീബയുടെ വർണ്ണശലഭങ്ങൾ എന്ന 101 കവിതകൾ ഒരു പുസ്തകം അത് പബ്ലിഷ് ചെയ്തു. അവിടെ ആ സഹോദരി എൻ്റെ കൂടെ പഠിച്ചാണ്, KC അലവി മൗലവിയുടെ മകൾ. അവൾ പറയാണ്, സുരക്ഷിതമായ കൈകളിലെ റബ്ബ് അങ്ങനെ ഒരു കുഞ്ഞിനെ കൊടുക്കുള്ളൂ എന്ന് എനിക്കറിയാം. എനിക്ക് ആ കുഞ്ഞിനെ വളർത്താൻ കഴിയും എന്നതുകൊണ്ടാണ് അങ്ങനെ. ജനിക്കുമ്പോൾ തന്നെ 95% വൈകല്യമുള്ള കുഞ്ഞാണ്. അങ്ങനെ ആ കുഞ്ഞിന് 7 വയസ്സാകുമ്പോഴാണ് ഒരു മഴയത്ത് ഒന്നാമത്തെ ഒരു കവിത എഴുതുന്നത്. അതവർ പറയുന്നു അത് ഒളിപ്പിച്ചു വെച്ചു എന്ന്. അതായത് അത് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. പിന്നെ കുറെ കൂടെ കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് ശബ്ദം ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് അടുത്തത് എഴുതിയത്, നൊമ്പരങ്ങൾ. അങ്ങനെ 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 എഴുതിയിട്ടാണ് 101 കവിതകൾ എഴുതിയത്. എന്നിട്ട് അവരവിടെ പറയുന്നുണ്ട്,
അങ്ങനെ ഒരു ഉമ്മയുടെ വിഷമത്രണ്ടാവും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതാണ് ഉമ്മ. പക്ഷേ ഇങ്ങനെ ഒരു കുഞ്ഞാണെന്ന് ആ സമയം തന്നെ പൂർണ്ണമായും അറിയുമ്പോഴുണ്ടാകുന്ന വിഷമം എത്രയായിരുന്നു. അതിനെ മറികടക്കാൻ എനിക്ക് കഴിയുന്നത് എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം, ഇതിലപ്പുറത്ത് എനിക്ക് എൻ്റെ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ എത്രയുണ്ട് എന്നാണ്. ഒരു കുഞ്ഞ് ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കെന്തൊരു സന്തോഷമാണ്. നമ്മുടെ കുഞ്ഞേ, നമുക്കുണ്ടായ കുട്ടി ഒന്ന് ചിരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എത്ര പേര് ആരോടൊക്കെ മുമ്പിൽ എത്ര പ്രാവശ്യം ചിരിപ്പിക്കും. ആ ചിരി, കുഞ്ഞു ചിരിക്കാൻ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയോ? കുഞ്ഞാദ്യം ചിരിച്ചതാണോ കരഞ്ഞതാണോ? കരഞ്ഞതായിരിക്കും. എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ടാവും ഒരു ചിരി ചിരിക്കാൻ? ഒരുപാട് തവണ കരഞ്ഞ ശേഷമാണ് ഒരു കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങിയത്. ആ ചിരി നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ചിരിക്കണമെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് നാൾ കരയേണ്ടി വരും. അഥവാ ജീവിതം വളരെ മധുരമാണ് എന്ന് കാണാൻ നമ്മുടെ സുഖങ്ങളൊക്കെയും ഒരുപാട് പ്രയാസങ്ങൾക്കപ്പുറത്താണ് അനുഭവിക്കാൻ കഴിയാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കണം, മനസ്സിലാക്കണം. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റൻ. ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തായ അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കണം. സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. والله أخرجكم من بطون أمهاتكم. ഞാൻ ചില ആയത്തുകളുടെ ആഴത്തിലൂടെ മാത്രം പറയാണ്, ആഴമെന്ന് എനിക്ക് തോന്നിയത് പറയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അങ്ങനെയാണോന്ന് കേട്ടോ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും. നമ്മളുടെ ഈ ജീവിതം ഇവിടെ ജനിക്കാൻ പറ്റി എന്നത്, ഇവിടെ ഇങ്ങനെ വരാൻ പറ്റി എന്നത്, നമ്മൾ ഇങ്ങനെ ഈ അവസ്ഥയിൽ എത്തി എന്നത് വലിയ അനുഗ്രഹമായി കാണാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മധുരം നമുക്ക് അളക്കാൻ കഴിയുക, മധുരമുണ്ടെന്നറിയാൻ കഴിയുക. നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നു. പലതരക്കും അനുഭവമുണ്ട്. ഉമ്മാക്ക് അനുഗ്രഹമാണ്, ഈ വരുന്ന ആൾക്ക് അനുഗ്രഹമാണ്. എന്നിട്ട് പറയാണ് ലാ തഅലമൂന ശൈആ. യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലായിരുന്നു നിങ്ങൾ. യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലായിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിൽ ജനിച്ച, ഇന്നലെ പ്രസവം നടന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ജനിച്ച ഒരു കുഞ്ഞിനെ നോക്കൂ. ലാ തഅലമൂന ശൈഅൻ. ഒന്നും അറിയില്ല. സന്തോഷം അറിയിക്കാനും വിഷമം അറിയിക്കാനും മൂത്രം ഒഴിക്കണം എന്നറിയിക്കാനും ഉമ്മയെ വിളിക്കാനും ഒക്കെ കരയാൻ ഒരു ശബ്ദമുണ്ടാക്കാൻ മാത്രം, അതിന് മാത്രം. ഒരുപക്ഷെ അതും കുറേ പ്രയാസം. ലാ തഅലമൂന ശൈആ. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം. അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ ഓർത്തു നോക്കൂ. വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. അവൻ നിങ്ങൾക്ക് സമഉം അബ്സാറും അഫ്ഇദയും നൽകി. നിങ്ങൾക്ക് കേൾക്കുവാനുള്ള കഴിവും കാണുവാനുള്ള കാഴ്ച ശക്തിയും, അതല്ലെങ്കിൽ കണ്ടറിയാനുള്ള കഴിവും, അതേപോലെ അവയെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള കഴിവും എല്ലാം നമുക്ക് നൽകി. وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ لَعَلَّكُمْ تَشْكُرُونَ. നോക്ക് നിങ്ങൾ, ഇതൊന്നും ഓരോ ആളുകൾക്കും നൽകിയത്, കിട്ടിയതിനെ വെച്ചിട്ട് അത് കിട്ടാത്തവരെ നോക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞതുപോലെ അനുഗ്രഹങ്ങൾ ഒരുപാട് നൽകപ്പെട്ടത് കാണുമ്പോഴാണ് നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണെന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷവും മനസ്സിലാക്കാൻ കഴിയുന്ന. രണ്ട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ആളുകൾ അതിൽ വഞ്ചിതരാണ് എന്ന് പറഞ്ഞില്ലേ?
പലരും ആ അനുഗ്രഹത്തെ കണ്ടില്ല, അറിഞ്ഞിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് അസ്സിഹ, മറ്റൊന്ന് വൽഫറ. സമയം, ആരോഗ്യം. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമുക്ക് കിട്ടിയ ഈ ആരോഗ്യത്തെ, ഈ ശക്തി ഉപയോഗിച്ച് നമ്മളാണ് ആ പവറാണ്ട് ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്യുകയാണ് നമ്മൾ. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അതിന് കേടാവുന്നതാണ് ഞാൻ ചെയ്യുന്ന പലതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. മഗ്ബൂനുൻ ഫീഹിമ. പലരും അതിൽ അശ്രദ്ധരാണ്, വഞ്ചിതരാണ്. നൽകപ്പെട്ട അനുഗ്രഹമായ ആരോഗ്യത്തെ, അതേറ്റവും മധുരപൂർണമായ ആ ആരോഗ്യത്തെ നിലനിർത്താൻ പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. അത് ഭക്ഷണമായിരുന്നാലും എക്സർസൈസുകളായിരുന്നാലും യാത്രയായിരുന്നാലും അവൻ്റെ മാനസികമായ ആരോഗ്യത്തിനു വേണ്ടിയുള്ള ചിന്തയും വായനയും പഠനവും തവക്കുൽ ബോധവുമായിരുന്നാലും ഇങ്ങനെ പലതും അവൻ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പോൾ അവന് മധുരം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. അതേപോലെ അവൻ്റെ ഒഴിവ് സമയത്തെ അത് വെറുതെ കളയുന്നു പലരും. മഗ്ബൂൻ, പലരും വഞ്ചിതരായി പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളിവിടെ ജീവിക്കുന്നു എന്നത് തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എന്നാണ്. ചുറ്റും നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. അങ്ങനെയാകുമ്പോൾ അവരെ വെച്ച് ഞാൻ എത്ര ഭാഗ്യവാനാണ്, എൻ്റെ ജീവിതം എത്ര മധുരമാണ്, അവർക്കതിൻ്റെ താഴെ നോക്കിയുണ്ടാവും. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് പലരെയും. വലിയ പരീക്ഷണമാണ്. അള്ളാഹു രോഗബാധിതരായ ആളുകൾക്കൊക്കെ അവൻ ശിഫയും കശ്ഫും നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിൽ ശുക്റുള്ളവരായി മാറണം എന്ന് പറയാം. ഒന്നുകൂടെ പറഞ്ഞാൽ കഠിനതകളിലെ മധുരം എന്ന് പറയാം. കഠിനതകളിലെ മധുരം. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിനിടയിലെ മധുരത്തെ, ജീവിതം എപ്പോഴും മഞ്ഞുതുള്ളിയാവുകയില്ല. അതിൽ മിന്നലുണ്ട്, ഇടിയുണ്ട്, ചൂടുണ്ട്, തണുപ്പുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു പുഴു, അതിന് ചിറകുകൾ കിട്ടുന്നത് വെറുതെ അല്ല. ഒരുപാട് കഷ്ടതയുടെ കടമ്പകൾ കടന്നിട്ടാണ് ഒരു പുഴുവിന് 2-4 ചിറകുകൾ വന്നിട്ട് അത് പറക്കാൻ തുടങ്ങിയത്. വെറുതെ ഒന്നുമല്ല. നമ്മളും നടക്കാൻ തുടങ്ങിയത് കുറേ വീണിട്ട് തന്നെയാണ്. വീണ ഇടത്ത് നിന്നാരും ഞാൻ ഇനി എണീക്കുന്നില്ല, 2-3 പ്രാവശ്യം വീണതാണെന്ന് പറയാറില്ല. കഷ്ടതകളിലൂടെ മാത്രമാണ് മധുരം അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കഠിനതയിലെ മധുരം എന്ന്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ മധുരം എവിടെയാ തിരിച്ചറിയാൻ പറ്റിയത്? എന്തെല്ലാം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു, ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ, നാട്ടിൽ നിന്ന് തന്നെ, സ്ത്രീ സമൂഹത്തിൽ നിന്ന്, ഏതെല്ലാം തലത്തിൽ മാനസികമായി പോലും പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് യൂസുഫ് നബി പറയുന്നില്ലേ, അല്ലാഹു ഞാൻ എന്നെ എല്ലാ ഉറ്റവരും ഉപേക്ഷിച്ചിടത്ത് നിന്ന് എന്നെ രക്ഷിച്ചത് പടച്ച തമ്പുരാനാണ്. ഇല്ലാമ റഹിമ റബ്ബി എന്ന് പറയുന്നത് എൻ്റെ റബ്ബിൻ്റെ റഹ്മത്താണെന്ന് പറയുന്നുണ്ട്. റബ്ബിൻ്റെ റഹ്മത്താണ് പറയുന്നത്. അങ്ങനെ റഹ്മത്ത് നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിന് ഒന്ന് നന്ദിയാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. നന്ദിയുള്ളവരാകണം. നന്ദിയും തൃപ്തിയുമാണ് മധുരത്തിൻ്റെ അടിത്തറ. മധുരം ഈ ജീവിതമെന്ന് പറയുമ്പോൾ അങ്ങനെ ആകണമെങ്കിൽ എന്തു വേണം, എന്തു വേണ്ടിയിരുന്നു എന്ന് നമ്മെ ഖുർആൻ പ്രവാചകനും ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദിയുള്ളവരാകണം. അപ്പോഴാണ് അത് അനുഭവിക്കാൻ കഴിയുന്ന. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദിയുള്ളവരാകുമ്പോഴാണ് ജീവിതത്തിൻ്റെ രഹസ്യം അറിയാൻ കഴിയുക എന്നതാണ്. എത്ര കിട്ടിയാലും മതിയാകാത്ത അവസ്ഥ, അത് പ്രയാസമുണ്ടാക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 14-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വചനം ഏതായിരുന്നു? വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും.
നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ ശുക്റുള്ളവരാവുകയാണെങ്കിൽ, ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും, നിങ്ങൾക്ക് ബറക്കത്ത് നൽകും, ഒരുപാട് നിങ്ങൾക്ക് നൽകും, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിലനിർത്തിത്തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. എന്നാൽ നന്ദി കാണിക്കുന്നില്ലെങ്കിൽ കുഫ്ർ കാണിക്കുന്നു എന്നർത്ഥം. കുഫ്ർ കാണിച്ചാലോ അവൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന്. സഹോദരങ്ങളെ, ഒന്നുകൂടെ അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം, നമ്മൾ നേരത്തെ പറഞ്ഞു, യൗമുൽ ആഖിറിലുള്ള വിശ്വാസമാണ് മനുഷ്യനെ ജീവിക്കാൻ വീണ്ടും പ്രേരിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ സമാധാനം പ്രദാനം ചെയ്യുന്നത്. അള്ളാഹുവിലും യൗമുൽ ആഖിറിലുമുള്ള വിശ്വാസമാണ് മധുരത്തിൻ്റെ ഉറവിടം എന്ന് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പടച്ച റബ്ബിലുള്ള ഒരു ദിക്ർ. ഞാനിങ്ങനെ വന്നതല്ല ഇവിടെ, എന്നെ ഇവിടെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. എൻ്റെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടല്ല നടക്കുന്നത്, ഉറപ്പാണ്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ പറയാറുണ്ട്, എന്ത് പറയാറുണ്ട്? റബ്ബിനോട് നമ്മൾ തേടാറുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ബാക്കി അസ്ലിഹ് ലി ശഅനി കുല്ലഹ വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ. പടച്ചോനെ, എൻ്റെ ഒരു കാര്യം എന്നെ ഏൽപ്പിക്കരുത്, ഒരല്പസമയത്തേക്ക് പോലും എന്നെ ഏൽപ്പിക്കരുത്. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ദിവസവും പറയണത്, രാവിലെയും വൈകുന്നേരവും ഒക്കെ പറയണത്? എനിക്ക് ഉറപ്പാണ് ഞാനല്ല ഇതൊന്നും വർക്ക് ചെയ്യിക്കുന്നത്. എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നടക്കണമെന്ന് വിചാരിക്കുമ്പോൾ നടക്കുന്നുണ്ട്, പറയണമെന്ന് വിചാരിക്കുമ്പം പറയുന്നുണ്ട്, വാക്ക് പുറത്തു വരുന്നുണ്ട്, ശബ്ദമുണ്ട്, അത് വേറെ ആർക്കും മനസ്സിലാകുന്ന വിധത്തിലാവുന്നുണ്ട്. അയാൾ പറയുന്നതിനെ കേൾക്കാനും കഴിയുന്നുണ്ട്, മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്, അതിനെ അവിടെ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ വലിയ അനുഗ്രഹമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ ഓർക്കുന്നവനാണ്. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായും അവിടെ മനുഷ്യന് സമാധാനം അനുഭവിക്കാൻ കഴിയും എന്ന് അവസാനിപ്പിക്കാം അല്ലേ. സഹജീവനബോധം, മറ്റുള്ളവരോടുള്ള, കൂടെയുള്ള ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്ന ഒരു ചിന്ത, മറ്റുള്ളവൻ്റെ പ്രയാസത്തെ തൻ്റെ പ്രയാസത്തിൽ താൻ അനുഭവിച്ചപ്പോൾ ഉണ്ടായ വേദന പോലെ അയാൾക്കുണ്ട് എന്ന് മനസ്സിൽ വരിക. എന്നിട്ട് എൻ്റെ ആവശ്യം നിവർത്തിക്കപ്പെടുമ്പോൾ അതുപോലെ അയാളുടെ ആവശ്യം നിവർത്തിക്കപ്പെടണമെന്നെനിക്ക് തോന്നുക. എന്നിട്ട് ഞാൻ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. ആർക്കായിരുന്നാലും മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നത് ഏറ്റവും വലിയ കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. മറ്റുള്ളവർക്കായി നല്ലതാക്കുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ, നല്ലത് ചെയ്യുന്നവനാണ് എന്ന് പറയുന്നുണ്ട്. അന്യനെ അനിയനാക്കുക എന്ന്, അപരന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുക. എൻ്റെ കാര്യം തന്നെ അവിടെ ചെയ്തു തീർക്കാനാവുന്നില്ല, എന്നിട്ടപ്പോൾ ഓരോ കാര്യവും കൂടെ എന്ന് ചിന്തിക്കാതെ അവർക്ക് വേണ്ടി കൂടെ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തുമ്പോൾ, മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം, മറ്റൊരാൾക്ക് കുളിർമയുണ്ടാക്കുന്ന ഒരു കാര്യം, അയാളിൽ എന്തെങ്കിലും ഹൈറുണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നുന്നത് പലപ്പോഴും. അങ്ങനെ ആവരുത്. അയാൾക്കൊരു ഹൈറുണ്ടാവാൻ, അതിന് ഞാനൊരു കാരണക്കാരനാകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരവസരം കിട്ടുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ,
ഒരവസരം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ. എൻ്റെ വാക്കുകൊണ്ട് അയാൾക്കൊരു സമാധാനവും സന്തോഷവും ലഭിക്കുമെങ്കിൽ അത് അയാൾക്ക് ലഭിക്കട്ടെ, അതൊരു പുണ്യമായി, അതൊരു സ്വതക്കയായി മാറും എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ മധുരം ഉണ്ടാവുന്നതാണ്. നമ്മളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെ, വിശ്വാസികളായ ആളുകളെക്കുറിച്ച് പറഞ്ഞത് തന്നെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 24-ാമത്തെ വചനത്തിൽ കാണാൻ പറ്റും. അവരുടെ പ്രത്യേകത എന്താ? അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗൽ വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ് വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗൽ. വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് വഴി നടത്തപ്പെട്ടവരാണവർ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ചേർത്ത വചനം, ഇതിലേക്ക് വഴി നടത്തപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാന്മാരായ ആളുകളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ ഏറ്റവും സിറാത്തുൽ ഹമീദിലായ നമ്മളോട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദാ ഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗൽ ആയ നിങ്ങൾ ഏറ്റവും ത്വയ്യിബായ ഖൗല്, ഏറ്റവും സദീദായ ഖൗല്, വർത്തമാനങ്ങൾ മാത്രമേ പറയാവൂ. അത് അയാൾക്കൊരു ഗുണമാകും. അങ്ങനെ മറ്റുള്ളവരോട് ഏറ്റവും നല്ലത് പറയാൻ, മറ്റുള്ളവർക്ക് കരുണ നൽകാൻ. നിങ്ങൾ കരുണ ചെയ്യുന്നുവെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്കും കരുണ ചെയ്യും എന്ന് പഠിപ്പിക്കപ്പെട്ടു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഓരോ ദിവസവും ഞാനൊരു ദിവസം ഒരു സുഹൃത്ത് ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുതുക്കിപ്പണിയുന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒരു സുഹൃത്ത് പറഞ്ഞു അതിൻ്റെ പള്ളിയുടെ മിഹ്റാബും മുൻഭാഗവും ഞാൻ ചെയ്തോളാം എന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ട പ്ലാനൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് അദ്ദേഹം തന്നെ പറയാണ്, എന്താണ് നീ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, എന്താ വേണ്ടത് അത് ഞാൻ ചെയ്യും. അല്ല അപ്പോൾ അത് ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ വേണ്ടതെന്ന് വെച്ചു. അല്ല നിങ്ങൾക്ക് എന്താണ് ആ പള്ളി എന്താ വേണ്ടത്, അവിടെ മുമ്പിൽ എന്താ ചെയ്യേണ്ടത്, അത് ഞാൻ ചെയ്തോളാം. മിഹ്റാബ്, ഈ മിമ്പർ എന്തായാലും മാറ്റണം അദ്ദേഹം പറഞ്ഞു. ഒരു പഴയ രീതിയായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് മുൻഭാഗം മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യണം. അതിന് എത്ര വന്നാലും അങ്ങനെ 2 ലക്ഷത്തിന് മേലെ അതിനായി. അത് മുഴുവൻ ആ മനുഷ്യനെടുത്തു. ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു അത് എനിക്കൊരു അവസരം കിട്ടി. എന്നിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തീരുന്നതുവരെ തൻ്റെ മകനെ അതിൻ്റെ മുന്നിൽ നിർത്തി. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൂട്ടത്തിൽ അതെന്തായി എന്നറിയാനും അതൊക്കെ ഫോട്ടോ എടുക്കാനും അത് എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാപ്പ മോനെ ഏൽപ്പിച്ചു, ചെറിയ മോനെ. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞറിയോ, ഓനിതൊക്കെ ഒന്ന് പഠിക്കട്ടെ. അതാണ് ഏറ്റവും ത്വയ്യിബായതിലേക്ക് വഴി നടത്തപ്പെട്ട നമ്മളിൽ നിന്ന് ത്വയ്യിബായത് പ്രതിഫലിക്കുക കൂടെ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഏതൊരു പ്രതിബന്ധം ജീവിതത്തിൽ വരുമ്പോഴും താൻ ചെയ്തു വെച്ച ഒരുപാട് പുണ്യങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, അതവിടെ ഇങ്ങനെ ഉണ്ടാവും. ഒരുപാട് നമ്മൾ മറക്കാത്ത, നമ്മളോട് ചില ആളുകൾ നമുക്ക് ചെയ്തു തന്ന ചില അനുഗ്രഹങ്ങൾ മറക്കാൻ പറ്റാതെ മറന്നോ നമ്മൾ മനുഷ്യർ. പക്ഷെ ചിലതും നമ്മൾ മറക്കൂല. അങ്ങനത്തെ ഉണ്ട്, ചെറുതാണെങ്കിൽ പോലും. എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ പലരും ഇങ്ങോട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അതിലൊരു വളരെ വല്ലാത്ത സന്തോഷം ഉണ്ടാക്കിയ ഒന്ന് ഞാൻ പറയട്ടെ. ആ സഹോദരൻ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവും, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, സ്ഥലവും. ഏതായാലും വിദേശത്ത് ഇങ്ങനെ ഒരു യാത്ര ചെയ്ത് അങ്ങനെ ഒരു ഒരു ക്ലാസ്സൊക്കെ നടന്ന് ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ റൈറ്റ് സീറ്റിൽ ഇരിക്കുന്നു. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ കുറേ യാത്ര ചെയ്തു. എത്ര യാത്ര ചെയ്തു എന്ന് ഞാൻ അറിയുന്നില്ല, ഞാൻ ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞു, നല്ല ഉറക്കമാണ്. ഞാൻ ഉണർന്നിട്ട് ഞാനിങ്ങനെ നോക്കുക, വണ്ടി നല്ല പോകാനുള്ള പോകണമെന്ന്. പക്ഷെ മൂപ്പരൊരു പണിയും എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി നീങ്ങുന്നില്ലല്ലോ എന്ന്. ഞാൻ ചോദിച്ചു, അല്ല നമ്മൾ സ്ഥലത്തെത്തിയോന്ന് ചോദിച്ചു. നമ്മൾ സ്ഥലത്തെത്തിയിട്ട് ഒരു 10-20 മിനിറ്റ് ആയിന്നുണ്ട്. അപ്പം നിങ്ങളെന്താ എന്നെ വിളിക്കാൻ നമുക്കെന്നാ വേഗം. അല്ല, നിങ്ങൾ ഉറങ്ങുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു സുഖം. നിങ്ങൾ എഴുന്നേറ്റിട്ട് വണ്ടി നിങ്ങളെ ഇറക്കാമെന്ന് ഞാൻ വിചാരിച്ചു.
എന്തൊരു സുഖാണ് സഹോദരങ്ങളെ, എന്തൊരു സ്നേഹമാണത്. അല്ലെങ്കിൽ ആ ഒരു 10-15 മിനിറ്റ് അതിനു മുമ്പ് വേണമെങ്കിൽ ഇറങ്ങിപ്പോവാ, എന്നെ തട്ടി ഉണർത്തിയാൽ മതി. പക്ഷെ അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യതാ, മൂപ്പർ ഉറങ്ങല്ലേ, നൗഷാദ് ഉറങ്ങല്ലേ, ഉറങ്ങട്ടെ, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ, അത് മുറിക്കണ്ടെന്ന്. എത്ര വലിയൊരു നന്മയാണത്. എൻ്റെ മനസ്സിൽ നിന്നും അത് അങ്ങനെ നിൽക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അത് എൻ്റെ ജീവിതത്തെ മധുരപൂർണമാക്കും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യാത്ര ചെയ്യാണ്, ബൈക്കിൽ യാത്ര ചെയ്യാണ്. മകനുണ്ട് എൻ്റെ കൂടെ, മകൻ പിന്നിലിരിക്കുന്നു, 6 വയസ്സുകാരൻ. അങ്ങനെ യാത്ര പോകുന്ന വഴിയിൽ ഒരു കല്ല്, നല്ലൊരു കല്ല്, അത് ഒരു റോഡിൻ്റെ പിന്നെ ഒരു കാൽഭാഗത്ത്, അല്ലെങ്കിൽ ബൈക്കൊക്കെ പോകുന്ന ഒരു സൈഡ്, ബൈക്കുകൾ അധികം നടുവിലൂടെ അല്ലല്ലോ പോവുക, സൈഡിൽ കൂടെ ആയിരിക്കുമല്ലോ, എന്തായാലും കയറിപ്പോ. അപ്പോൾ ഞാനിത് കടന്നങ്ങ് പോയ ശേഷം ഇത് കാണുന്നത്. അപ്പോൾ ഒരു 100 മീറ്റർ അപ്പുറം എത്തിയാലും ഞാൻ തിരിച്ചു. മഗ്രിബ് സമയത്താണ്, ഒരു QLS ക്ലാസ്സിന് പോവാണ്. അപ്പം മോൻ ചോദിച്ചു, എന്താ ഉപ്പ തിരിച്ചത്? അപ്പോൾ അവൻ കാണാൻ ഞാനത് തട്ടി മാറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നമുക്ക് നല്ല കൂലി കിട്ടൂലേ ഉപ്പാന്ന് ചോദിച്ചു. കൂലി കിട്ടൂലേ ഉപ്പ? 2 കാര്യമാണ് അവിടെ ഉണ്ടായത്. ഒന്ന്, നമുക്ക് ആ പ്രതിഫലം കിട്ടുന്നു. 2, അതൊരാൾക്ക് പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലത്തെ കാക്ഷിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ, ഏതാ നമ്മുടെ ജീവിതം? പരലോകത്ത് മാത്രമോ അല്ല, നമ്മുടെ ജീവിതം ജനിച്ചത് മുതൽ എവിടം വരെ ഉണ്ട്? അനന്തമായ പരലോകത്തെ ജീവിതം ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ജീവിതം സന്തോഷകരമാകും. ഒരാളുടെ പ്രയാസത്തെ ആരെങ്കിലും നീക്കിക്കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമത്ത് നാൾ മുതൽ അയാൾക്ക് നേരിടേണ്ടി വരാവുന്ന ഏതെങ്കിലും ദുരിതങ്ങൾ, കുർബത്തുകൾ ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊണ്ടേയിരിക്കും എന്ന്. അപ്പോൾ എത്ര നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്ന്. 1-2 കാര്യങ്ങൾ കൂടെ. ജീവിതത്തെ കാണുന്ന, അല്ലെങ്കിൽ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ നമ്മളൊന്ന് തിരുത്തണം. ജീവിതം എന്നത് നീളമല്ല, ഗുണമാണ് എന്ന് മനസ്സിലാക്കണം. ഒരുപാട് നാൾ ജീവിച്ചു എന്നതല്ല, ആ നാളുകളിൽ എത്രത്തോളം ഗുണപരമായി, എത്രത്തോളം നന്മയോടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് യഥാർത്ഥത്തിൽ ജീവിതം. അങ്ങനെ ഏറ്റവും നല്ല ജീവിതമായി കുറേ കിട്ടിയിട്ടും സന്തോഷമില്ലാണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കിട്ടിയ കുറഞ്ഞ കാലം വളരെ സന്തോഷത്തോടുകൂടെ അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നോക്കി, ഇന്നിപ്പം നമ്മളുടെ മരണമാണെങ്കിൽ നമ്മൾ അവസാനം ഏത് കർമ്മത്തിലാ? ഇന്ന് നമ്മുടെ മരണമാണെങ്കിൽ നമ്മൾ എന്തിലാ? ഇന്ന് ഏറ്റവും വലിയൊരു നന്മയിലാ. ഇന്നത്തെ മണിക്കൂറുകൾ കൂടുതലും ഒരു സ്ഥലത്തിരുന്നിട്ട് ഒരുപാട് ആളുകളിൽ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ശബ്ദം കേൾക്കാൻ ഞാൻ സമയം കൊടുത്തു. എൻ്റെ കണ്ണുകളെ, എൻ്റെ കാതുകളെ, എൻ്റെ ചിന്തയെ ഞാൻ അവിടെ വെച്ചു. റബ്ബേ, നിൻ്റെ മുമ്പിലാ. പറയാൻ പറ്റൂലേ നമുക്ക്? അപ്പോൾ ഇനി നമ്മൾ ഒരാഴ്ചക്കാലം, അല്ലെങ്കിൽ ഇനി അടുത്ത ഒരു സംഗമം വരെ ഇനി അങ്ങനെ ഒരു സംരംഭത്തിലേക്കും പോകാതെ വീടും കാര്യവും ഭൗതികമായ വിഷയങ്ങളും മാത്രമായി ഒതുങ്ങിയാലോ? അതിനിടയ്ക്കുള്ള മരണം നമ്മൾ ഇത് ബ്രേക്ക് ചെയ്തു എന്ന് വരൂലേ? ഇതങ്ങനെ നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റൂല. നിങ്ങൾ കണ്ടുവോ തിരിഞ്ഞു കളഞ്ഞവനെ? എന്നൊരു പ്രയോഗമുണ്ട്. അവൻ നിർത്തിക്കളഞ്ഞു. ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെ അവൻ നിർത്തിക്കളഞ്ഞു. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരിലാകാതിരിക്കാൻ നമുക്ക് കഴിയണം. സമ്പത്ത് അധികമുള്ളതല്ലല്ലോ സമ്പത്ത്, ആണോ? സമ്പത്ത് ഒരുപാടുള്ളതാണോ സമ്പത്ത്? അല്ല. പിന്നെ എന്താ സമ്പത്ത്? ഗിനൻ നഫ്സ്, അല്ലേ? ഗിനൻ നഫ്സ്. നമ്മുടെ മനസ്സിനെ എത്രത്തോളം പാകപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഉയരാൻ കഴിയുമെന്നതാണ്. ഒരുപക്ഷെ ശീതീകരിച്ച റൂമുകളിൽ കിടന്നുറങ്ങുന്നവനേക്കാളും സമാധാനവും നിർഭയത്വവും പ്രതീക്ഷയും ഉണ്ടാകാം. അതൊന്നുമില്ലാതെ
പലയിടങ്ങളിലായി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പലർക്കും. പറഞ്ഞതിനർത്ഥം ജീവിതത്തെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ അവരാഗ്രഹിച്ചതെല്ലാം ഇവിടുന്ന് കിട്ടണം. 16 വയസ്സിൽ കിട്ടേണ്ടത് ഇന്ന് 4, 5, 6 വയസ്സിൽ കിട്ടണം. അപ്പോൾ 16 വയസ്സാകുമ്പോൾ ആ പ്രായത്തിനൊത്ത സംഗതികൾ, ഭൗതികത, സാഹചര്യങ്ങൾ പോരാതെ അവന് വരുന്നു. അപ്പോൾ അവൻ 25 വയസ്സിൻ്റെ ആളുകൾ അനുഭവിക്കുന്ന അനുഭവങ്ങളാണ് തേടുന്നത്. പിന്നെ അവൻ അതും കഴിഞ്ഞിട്ട് പിന്നെ തേടുന്നു. പിന്നെ അവനൊരു വിവാഹിതനായി കഴിഞ്ഞാൽ അവനും അവൾക്കും യാത്ര ചെയ്യാനുള്ള വാഹനമായി അവൻ കാണുന്നത് ഒരിക്കലും അവൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ സാമ്പത്തിക ആ ഒരു ബൗണ്ടറിയിൽ നിന്നിട്ട് വാങ്ങാൻ കഴിയുന്ന വാഹനമല്ല. കാരണം അതുവരെയുള്ളതൊക്കെ അവൻ അനുഭവിച്ചു കഴിഞ്ഞു. അതുവരെയുള്ളതൊക്കെ അവൻ അനുഭവിച്ചിട്ടുണ്ട്. ഇനി അവൻ അതിൻ്റെ മേലെ വേണം. അപ്പം ജീവിതം എന്നത് എന്താണെന്ന ഒരു തിരിച്ചറിവ് നമ്മൾ ആദ്യം മക്കളോട് നമ്മളെ പഴയ കാലം പറഞ്ഞു കൊടുക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് സ്വീകരിക്കാനും കേൾക്കാനും കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ഇന്നത്തെ ലൈഫുണ്ടല്ലോ, ഈ ലൈഫ് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കണം. ഈ ലൈഫ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണം. അഭിനയിക്കരുത്, ലൈഫിൽ അഭിനയിക്കരുത്, സാമ്പത്തികമായ തലങ്ങളിൽ അഭിനയിക്കരുത്. ഇല്ലാത്ത ദിവസം ഇല്ലാത്തതായി മക്കളുടെ മുമ്പിൽ നിൽക്കണം. അന്ന് കുറെ ഉണ്ടാക്കരുത് വേറെ എവിടുന്നെങ്കിലും. നിർബന്ധിതമായ ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമെന്നതല്ലാതെ ജീവിതത്തെ നേർക്ക് നേരെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു സംതൃപ്തി നേടാൻ കഴിയുന്ന, അതല്ലെങ്കിൽ മധുരം അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നേരത്തെ കുടുംബം എന്ന വിഷയമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബവും ജീവിതത്തിൻ്റെ മധുരത്തിന് ഏറ്റവും ആധാരമായ ഒന്നാണ്. ജീവിതത്തെ ഏറ്റവും ടേസ്റ്റി ആക്കണം, മധുരമുള്ളതാക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബം. ആ കുടുംബത്തിൽ മധുരം ഇല്ലെങ്കിൽ എല്ലാം പോയി. നമ്മുടെ വീട്ടിൽ മസ്കൻ അല്ലേ, അവിടെ നിന്ന് ഇത് അനുഭവിക്കാൻ കഴിയണം എന്നർത്ഥം. അതിന് ഖുർആൻ ഉപയോഗിച്ച ഒരുപാട് പദങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. സൗജിയത്ത്, അതാണ് ഖുർആൻ കുടുംബത്തിലെ ഏറ്റവും ആധാരമായി വെച്ച ഒരു പദം. സൗജിയത്ത് ഉണ്ടാകണമെന്നാണ്, ഇണയും തുണയുമാകണമെന്നാണ്. എൻ്റെ ഇണയാണ് എൻ്റെ തുണയാണ് എന്നറിയണം എന്നാ. അങ്ങനെ അറിയാൻ കഴിയുമ്പോൾ, കടിച്ച് ചവച്ച് അരച്ച ഒന്നായി മാറുമ്പോൾ, ഉമ്മണി വലിയ ഒന്നായി ഈ 2 പേർ മാറുമ്പോൾ ജീവിതത്തിന് ഒരുപാട് മധുരം ഉണ്ടാകും. അവൾ ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളും അവൻ ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളും എന്നത് മാറിയിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഷെയർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്ന തലത്തിലേക്കൊക്കെ വരുമ്പോൾ ജീവിതം മധുരമുള്ളതായി നമുക്കും നമ്മിൽ നിന്ന് മറ്റുള്ളവർക്കും അനുഭവിക്കാൻ കഴിയും. ഇങ്ങനെയാവുന്നത് നമ്മുടെ ജീവിതം എന്ന ക്യാൻവാസിലേക്ക് പരലോകത്തെ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് എന്നുകൂടെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ നിന്ന് 2 വചനങ്ങൾ ആമുഖമായി ഞാൻ ഓതി വച്ചിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം ഒരു വചനം ഏതായിരുന്നു? ഞാൻ എൻ്റെ ആമുഖത്തിൽ പാരായണം ചെയ്തു വെച്ച വചനം 2 എണ്ണമായിരുന്നു. ആർക്കാ ഓർമ്മയുള്ളത് നോക്കട്ടെ, ആരെങ്കിലും ഒന്ന് പറയൂ, ഒന്നേതായിരുന്നു? ഏതാ? ഗുഡ്. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്. എന്താ അർത്ഥം? QLSന്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ് എന്താ അർത്ഥം? ചോദിക്കണ്ട, എല്ലാവരും കൂടെ പറയാൻ പറ്റൂല. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്, വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ. അതായത് വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആനിനെ എന്ത് ചെയ്യുക? ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആള്. തൊട്ടടുത്ത് എന്താ പറഞ്ഞത്? അടുത്ത പദവിന്യാസം എന്താ? സെക്കൻഡ് സ്റ്റേജാണ്. ഖുർആൻ വായിക്കുന്ന, പഠിക്കുന്ന, ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരാളുടെ സെക്കൻഡ് അയാൾ എന്താകുന്ന, കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് അവിടെ നടക്കുന്നത്?
എന്താ? അയാൾ നിസ്കാരമൊക്കെ കൃത്യമായിട്ടുള്ള ആളായിരിക്കും, നിസ്കാരം നിലനിർത്തും. വിശുദ്ധ ഖുർആനിനെ പഠിക്കുന്ന യുമസ്സികുന ബിൽ കിതാബ് വ അഖാമുസ്സലാ എന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടരല്ല. അവർ നമസ്കാരം അല്ലെങ്കിൽ ആരാധനാകർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവരായി മാറുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ വീണ്ടും അടുത്ത പദം എന്താ? അടുത്ത വിഷയം എന്താ പറഞ്ഞത്? അവരുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തൂല എന്ന് അവരുടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വേറൊരു പ്രയോഗം പറഞ്ഞു. ഇന്നാ ലാ നുദീഉ അജ്റഹും എന്നല്ല, പിന്നെന്താ പറഞ്ഞേ? അജ്റൽ മുസ്ലിഹീൻ. എന്താ മുസ്ലിഹ്? ഇസ്ലാഹ്. ഇസ്ലാഹ്. അപ്പൊ ഖുർആൻ വായന QLSലെ പഠിതാവ് എന്തായി മാറണം? ഓരോ ആഴ്ച കഴിയുമ്പോഴും ആരാധനയിൽ ഒന്നുകൂടെ നിഷ്ഠയുണ്ടാകണം. അതോടൊപ്പം എന്തുകൂടെ ഉണ്ടാവും? അയാൾ നാട്ടിൽ എന്തെടുത്തും? ഇസ്ലാം നടത്തും. ഇത് രണ്ടും ചെയ്യാണ്ട് ഖുർആൻ പഠിക്കാൻ ഇങ്ങനെ പോവുക. എന്താ പോയാൽ കാര്യം? ഒന്നുമില്ല. QLSന്റെ വെളിച്ചത്തിൻ്റെ ഖുർആൻ വായനയുടെ ഏത് പേരിൽ അറിയപ്പെടുന്ന ലോകത്ത് ഏത് സംരംഭങ്ങൾ ഖുർആൻ പഠനത്തിനുണ്ടോ അതൊക്കെ ഖുർആനിൻ്റെ വായന പഠനം എന്തിനു വേണ്ടിയാ? അയാളെ എന്താക്കി മാറ്റണം? വല്ലദീന യുമസ്സികൂന ബിൽ കിതാബി വഅഖാമുസ്സലാ എന്നിട്ട് പറഞ്ഞു അവർ ഇസ്ലാഹുള്ളവരാകും. ഇസ്ലാഹ് അവർ നിർവഹിക്കും. ഇസ്ലാഹ് നിർവഹിക്കും എന്നുള്ള ഒരു വാക്കുകൂടെ അവിടെ വലിയൊരു സെൻറ്റൻസ് പറയേണ്ടതിന് പകരം അറബിയുടെ ഒരു പ്രയോഗം കൂടെയാണ്, അറബിയത്തിൻ്റെ ഒരു പ്രയോഗം കൂടെയാണ്. വലിയ കുറേ എന്തൊക്കെ പറയണം അവിടെ? പിന്നെ ഖുർആൻ പഠിക്കുന്ന ആളുകൾ, എന്നിട്ട് അവർ നമസ്കാരം നിലനിർത്തുന്നവർ അല്ലെങ്കിൽ ആരാധനകളൊക്കെ പറയണം, അങ്ങനെ നിർവഹിക്കുന്നവർ, എന്നിട്ട് അവർ ഇസ്ലാഹ് നടത്തുന്നവർ, അവരുടെ പ്രതിഫലം നാം നഷ്ടപ്പെടുത്തുകയില്ല. ഈ വലിയൊരു സെൻറ്റൻസിൽ നിന്ന് ഒരു ഭാഗം കണ്ട് ഒഴിവാക്കിയിട്ട് ചേർത്ത് പറയാം. വല്ലദീന യുമസ്സികുന ബിൽ കിതാബ് വഅഖാമുസ്സലാ ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ. അങ്ങനെ ഇസ്ലാഹ് ചെയ്യുന്നവരായി അവർ മാറുന്നു. അവരുടെ ഇസ്ലാഹിന്, അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടായിരിക്കും. അതിൻ്റെ പ്രതിഫലം വർണ്ണനാതീതമാണ്. അത് നഷ്ടപ്പെട്ടു പോവില്ല. ശരി, വേറെ ഒരായത്തും കൂടെ ഓതിയിരുന്നു. ഏതാ? ഏതായിരുന്നു സൂറത്ത്? ഞാൻ പറയാം. സൂറത്തു 35-ാമത്തെ അധ്യായം, സൂറത്ത് ഫാത്തിറിൽ ഇതേ കണ്ടന്റ് തന്നെയാണ്. മറ്റൊരു രീതിയിൽ അത് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഏതാണെന്നറിയാം ആയത്ത്? 29-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. അതാണ് നമ്മുടെ പ്രവർത്തനം. ആഴ്ചയിലോ അതല്ലെങ്കിൽ നമ്മൾ വ്യവസ്ഥാപിതമായി ഇരുന്നിട്ടും പിന്നെ വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിൻ്റെ കിതാബിനെ ഫോളോ ചെയ്യുന്നു, അനുധാവനം ചെയ്യുന്നു, പിൻപറ്റുന്നു, അനുസരിക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു തുടർച്ചയായി. യത്ലൂന. പിന്നെന്താ പറഞ്ഞേ? സെക്കൻഡ് സ്റ്റേജ് എന്താ? സ്വാഭാവികമായും അയാൾ എന്താകണം? നേരത്തെ പറഞ്ഞ അതേ കാര്യം. പിന്നെ എന്താകണം? നേരത്തെ ഇസ്ലാഹ് പറഞ്ഞില്ലേ? സെയിം. ഇസ്ലാഹിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹജീവികളോടുള്ള സമീപനങ്ങൾ. അത് സാമ്പത്തികമായി പോലും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ചേർത്ത് പറഞ്ഞു, ഒന്നുകൂടെ വിശദമായി പറഞ്ഞു. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. രഹസ്യമായോ പരസ്യമായോ ആവട്ടെ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കാൻ കൂടെ വളർന്നു. എവിടെ തുടക്കം? യത്ലൂന കിതാബല്ലാഹ് അഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. എന്നിട്ട് എന്താ പറഞ്ഞത്? യർജൂന തിജാറതൻ ലൻ തബൂർ. ഒരു നഷ്ടവും വരാത്ത കച്ചവടമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന്.
സഹോദരങ്ങളെ, ഖുർആൻ പഠനം എന്നത് പഠിക്കുക എന്നതിൽ ഒതുങ്ങുന്നില്ല, അനുസരിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മുടെ യുവതലമുറയൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ആശയക്കുഴപ്പങ്ങൾക്കിടയിലായി പോകുന്നു എന്നതാണ്, അന്ധാനുകരണങ്ങൾക്കിടയിലായി പോകുന്നു എന്നതാണ്, മീഡിയകൾക്ക് മുമ്പിൽ തളച്ചിടപ്പെട്ടു പോകുന്നു എന്നാണ്. അവിടെയൊക്കെ ഒരു പരിധിവരെ അവരെയെല്ലാം സംരക്ഷിച്ചു നിർത്തുവാനും രക്ഷപ്പെടുത്തുവാനും സാധിക്കുന്നത് കൃത്യമായ ദിശാബോധം ലഭിക്കുവാൻ സഹായകമാകുന്ന ഒന്നാണ് ഈ പഠന മേഖലകൾ. അതുകൊണ്ട് ഓരോ യൂണിറ്റിലും തുടങ്ങണം എന്നതിൽ ഓരോ കുടുംബത്തിലെയും ആരുകൂടെ വേണം? ആര് വേണം? ക്ലാസ്സിൽ ആരും കൂടെ വരണം? എല്ലാവരും വരണം. അവർക്ക് പഠിക്കാൻ വേറെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതുമാത്രമല്ല, നമ്മൾ ഒന്നിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം വേറെയാണ്. അങ്ങനെ പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏറ്റവും വിജയികളായ ആളുകളുടെ കൂട്ടത്തിൽ ജീവിതത്തിൽ അവസാനിക്കാത്ത മധുരം അനുഭവിക്കുവാൻ, പരലോകത്ത് ശാശ്വതമായ സ്വർഗലോകം അനുഭവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം പടച്ച റബ്ബേ, ദുനിയാവിലെ പ്രതിസന്ധികളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ നൽകി അനുഗ്രഹിക്കണം റഹ്മാനായ റബ്ബേ. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും നിൻ്റെ തീരുമാനങ്ങളിലുള്ള കാര്യങ്ങളേ നടക്കുകയുള്ളൂ, ആരെങ്കിലും ചെയ്യുന്നത് നടക്കൂല എന്നൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എങ്കിലും റബ്ബേ, ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി വീണ്ടും നിന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ. നിന്നിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ ദ്രോഹിക്കപ്പെട്ട ഒരുപാട് സമൂഹങ്ങളെക്കുറിച്ച് നീ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, നിന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ. ശത്രുകരങ്ങളിൽ നിന്ന്, ഞങ്ങൾ ഭയപ്പെടുന്നവയിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണമേ. അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ നഖാഫ്, അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ നഖാഫു, അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ നഖാഫു. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم أدخلنا وأدخلهم جنة يا رب العالمين. اللهم إنا نسألك باسمك الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لنا ذنوبنا إنك أنت الغفور الرحيم. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام يا رب العالمين. اللهم انصرنا على القوم الظالمين، اللهم انصرنا على القوم الظالمين. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب وخلاصا من الحساب ونجاة من الصراط يا رب العالمين. اللهم ربنا تقبل منا دعاءنا وصلاتنا وقيامنا وصيامنا وسائر أعمالنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.